അപ്പോൾ ഗൈസ് ഇന്നലെ നിർത്തിയിട്ട് തന്നെ തുടങ്ങാം. എല്ലാവരും നല്ലതുപോലെ എൻജോയ് ചെയ്തതിനിടക്കാണ് ഗൈസ് അത് സംഭവിച്ചത്. ഇവൾക്ക് ചെറുതായിട്ടൊന്ന് പരിക്ക് പറ്റി, താടിമൊന്ന് മുറിയായി കേട്ടോ. സ്റ്റിച്ച് ഇടാൻ പാകത്തിലുള്ള മുറിയായിന്. ഞങ്ങൾ എല്ലാവരും നല്ലോണം പേടിച്ചിട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വേഗം ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഇറങ്ങി. കുട്ടികൾക്കാണെങ്കിൽ ഇവിടുന്ന് പറയാൻ തീരെ താല്പര്യം ഉണ്ടായില്ല. ഞങ്ങൾ വന്നിട്ട് 1.5 മണിക്കൂറായിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോയി. ഓളാണെങ്കിൽ സ്റ്റിച്ച് ഇടാനും സമ്മതിക്കണ്ടായില്ല, ഭയങ്കര കരച്ചിലതിനോള്. പിന്നെ അവിടുന്ന് ഡ്രസ്സിംഗ് ഒക്കെ ചെയ്ത് നേരെ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഒരു കൂൾ ബാർ കയറി. വീട്ടിൽ ഫുഡ് ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ ഞങ്ങൾ ലൈറ്റ് ആയിട്ടാണ് ഫുഡ് കഴിച്ചത്. ഞാൻ മാംഗോ ജ്യൂസ് കുടിച്ചു, കുട്ടികളാണെങ്കിൽ അവിൽ മിൽക്കും കുടിച്ചിട്ടോ. രണ്ടും നല്ല ടേസ്റ്റ് ഉണ്ടായിന്. ഇവൾക്ക് പിന്നെ ഒന്നും വേണ്ട പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പം മാമ ഓൾക്ക് അവിൽ മിൽക്ക് നിർബന്ധിച്ച് കൊടുത്തു. ഇവളാണെങ്കിൽ നല്ലോണം കൊണ്ട് ക്ഷീണിച്ചിരിക്കണ്. ഇവളൊന്ന് നോക്കിയതിന് ശേഷം കുട്ടികൾ പിന്നെ തുള്ളലടത്തി. അങ്ങനെ പിന്നെ വേഗം തന്നെ വീട്ടിൽ പോയി. ഇന്നെല്ലാവരും തറവാട്ടിൽ കൂടുകയാണ്. അവിടെ എത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ ഫുഡ് കഴിച്ച് റൂമിൽ വന്നപ്പോൾ കഴിച്ച് ഇതാണ് അവസ്ഥ. അതിന്റെ കമറോജ് വയനാട് കണ്ടിട്ടില്ലല്ലോ? എന്നോട് പറയാം, അതൊരു കാണേണ്ട സ്ഥലം തന്നെയാണ്. അതിന്റെ റബ്ബേ, നമ്മളെ ദുബായിലൊക്കെ ഓരോ ബിൽഡിംഗ് ആണ്, അതിന് കാട് വലിയ ബിൽഡിംഗ് ഫുള്ള്. ദുബായ് ഒന്നൊന്നുമല്ല. ഈശ്വര, ഇവിടെ ആരും പറഞ്ഞു ചിരിക്കാനായി. അപ്പോൾ ഓക്കെ ബൈ.